ദിവസവും ക്ലാസ് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു മെസ്സേജ് കൊടുക്കും, ഒരു കൊട്ടേഷൻ. അത് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നാവാം, ഏതെങ്കിലും മഹാന്മാരുടെ വാക്കുകളാകാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു കൊട്ടേഷനാവാം. ധാരാളം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ചില ആശയങ്ങൾ കിട്ടുന്നത്, അത് നമ്മളൊരു കൊട്ടേഷൻ പോലെ അവർക്ക് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നുള്ള മെസ്സേജ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഇന്ന് രാവിലെ കൊടുത്ത മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇഫ് യു ഒഫെൻഡ് സംവൺ, യു ആർ ബിലോ ഹിം. നിങ്ങൾ ആരെയെങ്കിലും ദ്രോഹിക്കുന്നുവെങ്കിൽ, ആരോടെങ്കിലും തിന്മ ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയേക്കാൾ താഴെയാണ്. ഇഫ് യു റിവെഞ്ച് സംബഡി ഹു ഹാസ് ഡൺ സം ഒഫൻസ് ടു യു, യു ആർ ഈക്വൽ ടു ഹിം. നിന്നെ ഉപദ്രവിച്ച ഒരു വ്യക്തിയോട് നീ പ്രതികാരം ചെയ്താൽ നീ ആ വ്യക്തിക്ക് തുല്യനായി. If you forgive someone who has offended you, you are above him, superior to him. നിന്നെ ഉപദ്രവിച്ച ഒരു വ്യക്തിയോട് നീ ക്ഷമിക്കുന്നു എങ്കിൽ അത് നിന്നെ അവനേക്കാൾ ഉപരിയായ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാക്കുന്നു. ആ ക്ഷമിക്കുന്നത് റിവെഞ്ച് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ക്ഷമിച്ചതാണെങ്കിൽ അതിന് ദൈവത്തിൻ്റെ മുൻപിൽ വിലയില്ല. എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിലും ഞാൻ ക്ഷമിക്കുമായിരുന്നു. ആ മനോഭാവമാണ് എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുൻപിൽ വില. അപ്പം ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചോദ്യം ഇതാണ്: നീ ഈ വിലയുണ്ട്, വിലയില്ല, ഒപ്പമാണ് എന്നൊക്കെ പറയുന്നത് ആരുടെ മുൻപിലാണ്? ദൈവത്തിൻ്റെ മുൻപിലാണോ മനുഷ്യരുടെ മുൻപിലാണോ? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മുൻപിൽ. ദൈവത്തിൻ്റെ മുൻപിൽ നീ ഒരു ഒഫൻസ് ഒരാളോട് ചെയ്താൽ ദൈവം നിന്നെ മറ്റേയാളേക്കാൾ താഴ്ന്ന നിലവാരത്തിലേ കാണുള്ളൂ. നീ റിവെഞ്ച് ചെയ്താലോ അവനോടൊപ്പമായി, നീ ക്ഷമിച്ചാലോ അവനേക്കാൾ ഉയരത്തിലായി. ഇത് ദൈവത്തിൻ്റെ മുൻപിൽ. മനുഷ്യരുടെ മുൻപിലോ? മനുഷ്യർ 2 തരത്തിലുണ്ട്. ചിലർ തിന്മ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നും തിന്മ ചെയ്യുന്നവരെ അഭിനന്ദിക്കേണ്ടതാണെന്നും ഒക്കെയുള്ള ആൾക്കാരുണ്ട്, ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുത്തൻ ഒരു തിന്മ ചെയ്യുന്ന വേറൊരുത്തനെ ഉപദ്രവിക്കുന്നതൊക്കെ കാണുമ്പോൾ ഹായ് നന്നായി എന്നൊക്കെ പറയുന്നു. അതായത് തിന്മ നടക്കുമ്പോൾ അതിൽ സന്തോഷം കൊള്ളുന്നവരുണ്ട്. അവരുടെ മുൻപിൽ നീ ഒരു പമ്പരവിഡ്ഢിയാണ്. എന്നാൽ നന്മ ആഗ്രഹിക്കുന്നവരും നന്മയിൽ സന്തോഷം കൊള്ളുന്നവരുമായ ധാരാളം പേരുണ്ട്. അവരെ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അവർ ഈ സമൂഹത്തിലുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ നീ വലിയവനാണ്. ആരെയും ഒഫൻഡ് ചെയ്യാതിരിക്കുകയും ഇങ്ങോട്ട് ഒഫൻഡ് ചെയ്തവനോട് ക്ഷമിക്കുകയും തിരിച്ച് പ്രതികാരം ചെയ്യാതിരിക്കുകയും പകരം ക്ഷമിക്കുകയും ചെയ്താൽ ഒരു പറ്റ നല്ല മനുഷ്യരുടെ മുൻപിൽ നീ ശ്രേഷ്ഠനായി കണക്കാക്കപ്പെടും. ഒരു പക്ഷേ അവർ നിങ്ങൾക്ക് കൈയടിച്ചൊന്നും വരില്ല, നിങ്ങളെ ശ്ലാഘിച്ചൊന്നും വരില്ല. പക്ഷെ അവരുള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഇമേജ് വളരെ
ശോഭയേറിയതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക. 2, ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ചാൽ ആ വ്യക്തിയെ തിരിച്ച് ദ്രോഹിക്കാതിരിക്കുക. 3, ദ്രോഹിക്കാതിരിക്കുക മാത്രമല്ല, അതിൻ്റെ ആ കയ്പ്, ചവർപ്പ്, നീരസം അത് ഹൃദയത്തിൽ സൂക്ഷിക്കാതെ അത് ക്ഷമിക്കുകയും ചെയ്യുക. ക്ഷമിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അത്ര എളുപ്പമൊന്നുമല്ല. ക്ഷമിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല, വളരെ ശ്രമകരമാണ്. അലക്സാണ്ടർ പോപ്പ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ടു എർ ഈസ് ഹ്യൂമൺ. തെറ്റുപറ്റുക എന്ന് പറയുന്നത് മാനുഷികമാണ്. ടു ഫർഗീവ് ഈസ് ഡിവൈൻ. ക്ഷമിക്കുക എന്ന് പറയുന്നത് ദൈവികമാണ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 വാചകങ്ങളാണ്. ടു എർ ഈസ് ഹ്യൂമൺ എന്ന് പറഞ്ഞ് എപ്പോഴും തെറ്റ് ചെയ്യാമെന്നല്ല. ഞാൻ മനുഷ്യരായതുകൊണ്ട് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നു, അങ്ങനെയല്ല. മറ്റുള്ളവർ ഒരു തെറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്: അദ്ദേഹം തെറ്റ് ചെയ്ത് അദ്ദേഹം ഒരു മാനുഷിക വ്യക്തിയായതുകൊണ്ടാണ്. ടു എർ ഈസ് ഹ്യൂമൺ. അത് നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. മറ്റുള്ളവരുടെ തെറ്റുകൾ കുറച്ച് കാണാൻ, അതിൻ്റെ ഗൗരവം കുറച്ച് കാണാൻ നമ്മളെ സഹായിക്കേണ്ട ഘടകമാണത്. ടു ഫർഗീവ് ഈസ് ഡിവൈൻ. ക്ഷമിക്കുന്നത് അത് ഭീരുത്വമല്ല, അത് ശക്തി കാണിക്കുന്നതാണ്. അത് ദൈവത്തിന് മാത്രമാണ് എല്ലാ തെറ്റുകളും ക്ഷമിക്കാനായിട്ട് കഴിയുക. ടു ഡിവൈൻ, ടു ഫർഗീവ് ഈസ് ഡിവൈൻ. ദൈവത്തിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്: 1 ഗീവ്, 2 ഫർഗീവ്. ദൈവത്തിൻ്റെ 2 സ്വഭാവ വിശേഷങ്ങൾ: 1 കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ദാനമായും ഒക്കെ കൊടുക്കാനുള്ളത് കൊടുക്കുന്നതും ദാനമായി കൊടുക്കുന്നതും ഒക്കെ ദൈവീകമായ പണിയാണ്. എന്നാൽ അതുപോലെ തന്നെ ക്ഷമിക്കുന്നതും, ഇത് 2ഉം. കൊടുക്കുക എന്നുള്ളതും പ്രയാസമാണ്. നമുക്കുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പ്രയാസമാണ്. അന്ന് ആ ധനികനായ യുവാവിനോട് യുവാവ് ചോദിച്ചത് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. യേശു പറഞ്ഞു, പ്രമാണങ്ങൾ നീ പാലിക്കുക. അവൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതലേ അതൊക്കെ പാലിക്കുന്നുണ്ട്. പിന്നെ നിനക്കൊരു കുറവുണ്ട്. ആ കുറവ് ഇതാണ്: നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു അയാൾക്ക്. അതുകൊണ്ട് അദ്ദേഹം നിരാശനായി മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ കൊടുക്കുക എന്ന് പറയുന്നതും വളരെ പ്രയാസമുള്ളതാണ്. നമ്മുടേതായ ഒന്ന് മറ്റുള്ളവരുടേത് നമ്മുടെ കയ്യിൽ വന്നാൽ തന്നെ തിരിച്ചു കൊടുക്കൽ വളരെ പ്രയാസമാണ്. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ളത് തിരിച്ചു കൊടുക്കുക, അതും പ്രയാസമാണ്. ക്ഷമിക്കുക, ഇത് 2ഉം ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സാണ്, സ്വഭാവ വിശേഷങ്ങളാണ്. കൊടുക്കുക, ക്ഷമ കൊടുക്കുക. നമ്മളിൽ ഈ സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇല്ലെങ്കിൽ അത് കാലക്രമേണ വളർത്തിയെടുക്കേണ്ടതാണ്. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുന്നത് മാനുഷിക തലത്തിൽ മനുഷ്യരുടെ മുൻപിൽ വളർന്നു വരുന്നത് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മുൻപിലും വലിയവരായി വരാനാണ്. നിങ്ങൾ കൊടുക്കുകയും ക്ഷമ കൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനുഷ്യരുടെ മുൻപിലും, നല്ല മനുഷ്യരുടെ മുൻപിലും, ദൈവത്തിൻ്റെ മുൻപിലും വളർന്നു വരികയാണ് ചെയ്യുന്നത്.
പലർക്കും അറിയാൻ പാടില്ല. അവർ തെറ്റിദ്ധരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ്റെ സ്വഭാവവിശേഷങ്ങൾ എന്താണെന്ന് അറിയോ? ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഗെറ്റ് ആൻഡ് ഫർഗെറ്റ്. കിട്ടണം എന്നാണ് ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹം. കിട്ടിക്കഴിഞ്ഞാലോ മറന്നു പോവുക എന്നുള്ളതാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ വ്യക്തി നമ്മളെ മറക്കുമെന്ന് മാത്രമല്ല, അയാൾ നമ്മളെ ഉപദ്രവിക്കുകയും ചെയ്യും. ഞാൻ ഗാന്ധിജിയെക്കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. ഗാന്ധിജിയോട് ഇംഗ്ലണ്ടിലായിരിക്കുമ്പോൾ ഒരു പ്രഭു പറഞ്ഞു, അങ്ങയെക്കുറിച്ച് ഇന്ന പേരുള്ള പ്രഭു കുറേയധികം തിന്മകൾ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗാന്ധിജി ചോദിച്ചു, ഏത് പ്രഭുവാണത്? കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇന്ന പ്രഭു മനസ്സിലായി, ഗാന്ധിജിക്ക് മനസ്സിലായി. അപ്പോൾ ഗാന്ധിജി തിരിച്ചു ചോദിച്ചു, ഞാൻ അതിന് അദ്ദേഹത്തിന് ഒരു ഗുണവും ഒരു നന്മയും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് അദ്ദേഹം എന്നെ കുറിച്ച് മോശമായത് പറയുന്നത്? ഗാന്ധിജിയുടെ ആ ചോദ്യത്തിൽ മനുഷ്യൻ്റെ ഒരു സ്വഭാവവിശേഷം അടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടാവാം. നിങ്ങൾ നന്മ ചെയ്തവർ, നിങ്ങൾ സഹായിച്ചവർ, ഒരുപക്ഷെ വളരെ കഷ്ടപ്പെട്ട് സഹായിച്ചവർ, അവരൊക്കെ നിങ്ങളെ മറക്കുകയും പിന്നീട് നിങ്ങൾക്ക് എതിരാവുകയും ചെയ്യുമ്പോൾ നിങ്ങളതിൽ രോഷാകുലരാകരുത്, നിരാശരാകരുത്. കാരണം ഇത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. അവർ ലോകത്തിൻ്റെ വഴിക്ക് പോകുന്നു എന്നതിൽ കവിഞ്ഞ് നിങ്ങൾ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് ദോഷം ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാകും. നമ്മളവരോട് ക്ഷമിച്ച് കളയുക. അപ്പോൾ നിങ്ങൾ ഉയരത്തിലേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ മറ്റുള്ളവരെ ഒഫൻഡ് ചെയ്യാതിരിക്കുകയും അവരോട് പ്രതികാരം ചെയ്യാതിരിക്കുകയും, പ്രതികാരം ചെയ്യാതിരുന്നു എന്ന് മാത്രമല്ല, അവരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ തിന്മ ചെയ്യുന്നവരുടെ മുൻപിൽ പമ്പരവിഡ്ഢികളായിരിക്കും എന്ന്. ഞാൻ ആ വാക്ക് പറഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിലിങ്ങനെ ഈ സംസാരിക്കുമ്പോഴൊക്കെ ഈ പമ്പരവിഡ്ഢി എന്നുള്ള വാക്ക് അതിൻ്റെ അർത്ഥം എന്താണ് എന്നിങ്ങനെ ചിന്തിച്ചു പോയി. പമ്പരവിഡ്ഢി എന്ന് പറയണത്, നമ്മൾ പമ്പരം തിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അത് ഒരു കോണിക്കൽ ഷേപ്പ്, അടിയിലൊരു ആണി, അത് ചുറ്റി ഒരു ചരട് ചുറ്റി നമ്മൾ എറിയാണ്. അപ്പോൾ ആ എറിയുമ്പോൾ അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ശക്തിയിൽ എറിഞ്ഞാൽ ശക്തിയിൽ തിരിയും, സാവധാനം എറിഞ്ഞാൽ അത് സാവധാനം തിരിയും, വലത്തോട്ട് തിരിച്ചെറിഞ്ഞാൽ വലത്തോട്ട് തിരിയും, ഇടത്തോട്ട് തിരിച്ചെറിഞ്ഞാൽ അത് അങ്ങനെ തിരിയും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വമില്ല. അത് ഒരു പമ്പരം എങ്ങനെ കറങ്ങുന്നുവോ അതുപോലെ മറ്റുള്ളവരുടെ കൈകളിൽ ഒരു 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 ഉപകരണമായി മാറും. അതാണ് ഈ പമ്പരവിഡ്ഢി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് എനിക്കിങ്ങനെ തമ്പുരാൻ വെളിപ്പെടുത്തി തരികയാണ്. അതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതൊന്നുമല്ല. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നവർ, അതാണ് ഈ പമ്പരവിഡ്ഢികൾ. ശരിക്കും ലോകം പോകുന്നതിൻ്റെ പിന്നാലെ പോകുന്നവർ, അവർ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. ഇന്നിപ്പോൾ ലോകം എങ്ങനെയാണ് പോണേ എങ്കിൽ അങ്ങനെ പോകുന്നു. ഇന്നത്തെ വേഷം ഇതാണ്, അപ്പോൾ ആ വേഷം ഇട്ട് നടക്കണോ? നാളെ അതിൻ്റെ പകുതി വേഷമുള്ളോ, അപ്പോൾ അതിട്ട് നടക്കണോ? മറ്റന്നാൾ കാൽഭാഗമുള്ളോ, ആ ഭാഗം ഇട്ട് നടക്കണം. അങ്ങനെ അത് പോകുന്നു. അതാണ്
ഈ ലോകം പോകുന്നതിൻ്റെ പിന്നാലെ അതുപോലെ തന്നെ പോകുന്നവർ, അവരെയാണ് ശരിക്കും ഈ പമ്പരവിഡ്ഢികളെന്ന് പറയുന്നത്. അവരുടെ മുൻപിൽ നിങ്ങൾ വലിയവനാകുന്നതിൽ അർത്ഥമൊന്നുമില്ല. ദൈവത്തിൻ്റെ മുൻപിലും മറ്റുള്ളവരുടെ മുൻപിലും നല്ല മനുഷ്യരുടെ മുൻപിലും വലിയവരാകാനായിട്ട് നമുക്ക് ആരെയും ഒഫൻഡ് ചെയ്യാതിരിക്കുക. ആരെങ്കിലും ഇങ്ങോട്ട് ഒഫൻഡ് ചെയ്താൽ അത് പ്രതികാരം ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അവരോട് ക്ഷമിക്കുക. ക്ഷമിക്കുന്നതിന് നമുക്ക് പല കാരണങ്ങളുണ്ട്. അത് നമ്മുടെ കൂടി ഒരു ആവശ്യമാണ്. പല ഡോക്ടർമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്നത്തെ രോഗികളിൽ അധികവും സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള രോഗികളാണ്. സൈക്കോസൊമാറ്റിക്, സൈക്ക് എന്ന് പറഞ്ഞാൽ മനസ്സ്, സോമ എന്ന് വെച്ചാൽ ശരീരം. മനസ്സിലെ ദുഃഖം, വേദന, നീരസം, അസൂയ, ഗ്രഡ്ജ്, പക, ആങ്കർ, ദേഷ്യം, ഇതൊക്കെ കൊണ്ട് രോഗികളായി തീർന്നവരാണ് ഭൂരിഭാഗം പേരും. രോഗമുണ്ടാകുന്നത് ഉറപ്പാണ് രോഗാണുക്കൾ നമ്മളെ ആക്രമിക്കുമ്പോഴാണ്. നമുക്ക് ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് രോഗാണുക്കൾ വരുന്നത്? രോഗാണുക്കൾ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലായിടത്തും രോഗാണുക്കളുണ്ട്. എന്നാൽ ബാക്ടീരിയ, വൈറസ് മുതലായവയൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. എന്നാൽ അവർക്ക് അകത്ത് പ്രവേശിക്കാനുള്ള ആ മാർഗം നമ്മൾ തുറന്നു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യം സൂക്ഷിക്കുമ്പോൾ, കോപം സൂക്ഷിക്കുമ്പോൾ, അസൂയ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് പവർ കുറയാണ്. രോഗാണുക്കൾക്ക് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ എളുപ്പമാണ്. എപ്പോഴും അവ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ രോഗാണുക്കളുണ്ട്. അവയൊക്കെ അകത്ത് കയറാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസവും നമ്മളിലുള്ള ആത്മവിശ്വാസവുമൊക്കെ ഈ രോഗാണുക്കളെ അകത്ത് കടക്കാതെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് അവയ്ക്കൊന്നും വന്ന് നമ്മളെ രോഗാവസ്ഥയിലേക്ക് ആക്കാൻ കഴിയില്ല. എന്നാൽ ക്ഷമിക്കാത്ത അവസ്ഥയിൽ നമുക്ക് ഈ രോഗാണുക്കളൊക്കെ അകത്ത് കയറുകയും അവ നമ്മളിൽ പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രോഗാണുക്കൾ കൊണ്ട് മാത്രമുള്ള ചേഞ്ചസ് അല്ല, വേറെയും ചേഞ്ചസ് ഉണ്ട്. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരാളോട് ദേഷ്യമുണ്ട് എന്ന് വിചാരിക്കുക. അയാളെ നിങ്ങൾ കാണാറില്ല. പക്ഷേ നിങ്ങളൊരു കല്യാണ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ വെച്ച് അയാളെ നിങ്ങൾ കാണുകയാണ്. നിങ്ങളതുവരെ അയാളെ കാണുന്നത് വരെ വളരെ സന്തോഷവാനായിരുന്നു. കണ്ടവരോടൊക്കെ കൈപിടിച്ച് ഷെയ്ക്ക് ചെയ്ത് കുലുക്കി വർത്തമാനമൊക്കെ പറഞ്ഞ് ചിരിച്ച് നല്ല പ്രസന്നവദനായിട്ടാണ് നിങ്ങൾ കയറി ചെല്ലുന്നത്. നിങ്ങൾ ഡ്രോയിങ് റൂമിലേക്ക് കയറിയപ്പോഴാണ് നിങ്ങളുടെ ശത്രു അവിടെ ഇരിക്കും, ശത്രു എന്ന് പറയട്ടെ, ആ ശത്രു അവിടെ ഇരിക്കുന്നതായി കണ്ടത്. നിങ്ങളുടെ മുഖം ഉടനെ മങ്ങി, നിങ്ങളുടെ സന്തോഷമൊക്കെ പോയി. നിങ്ങൾ പെട്ടെന്ന് ഒരു പക്ഷേ അവിടെ നിന്ന് പോയി. അല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളവിടെ ഇരുന്ന് എന്തെങ്കിലും ഒരു കൊണിച്ചം പറഞ്ഞു വെച്ച് എന്തെങ്കിലും ഒരു പോയിൻ്റ് വെച്ച് വർത്തമാനം പറയുക. നിങ്ങളത് പറഞ്ഞു,
മറ്റേയാളത് ഏറ്റുപിടിച്ചു. അങ്ങനെയൊക്കെ അത് സംഭവിക്കാൻ വഴിയുണ്ട്. കല്യാണ വീട്ടിലാണെങ്കിൽ സാധ്യത കുറവ്, പുറത്താണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ചുമക്കും, മുഖം ചുമക്കും. എന്താ കണ്ണ് ചുമക്കുന്നതിൻ്റെ കാരണം? രക്തം കൂടുതൽ കണ്ണിലേക്ക് പമ്പ് ചെയ്ത് വരികയാണ്. നിങ്ങളുടെ മുഖത്തേക്ക് രക്തം കൂടുതൽ പമ്പ് ചെയ്ത് വരികയാണ്. അതിൻ്റെ രക്തം കൂടുതൽ പമ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അകത്തുള്ള മോട്ടർ കൂടുതൽ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങളുടെ ഹൃദയം അത് ശക്തമായി തുടിക്കും, വളരെ വേഗത്തിൽ തുടിക്കും. അതിൻ്റെ ഫലമാണ് കൂടുതലായിട്ട് ഇത് വരുന്നത്. ഇത് വരുന്നതോടുകൂടി മുകളിലേക്കുള്ള തലയിലേക്കുള്ള പമ്പിങ് കുറയും. നിങ്ങളുടെ മസിൽസിലേക്കുള്ള പമ്പിങ്ങാണ് കൂടുക. നിങ്ങളുടെ കൈകളൊക്കെ തരിക്കും. അപ്പോൾ മസിൽസിലേക്കൊക്കെ ഉള്ള പമ്പിങ് കൂടിയെന്നർത്ഥം. നാച്ചുറലായിട്ട് നിങ്ങളുടെ തലയിലേക്കുള്ള ആ പമ്പിങ് കുറയും. നിങ്ങളുടെ ഓർമ്മശക്തി പോകും. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതാണ് നമ്മുടെ ഹർഷഭാരതത്തിൽ ഒരു കവിതയുണ്ട്, സംസ്കൃതത്തിലൊരു കവിത. അതിലെ ഒരു ഭാഗമാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. കോപാത് ഭവതി സമ്മോഹ. കോപം കൊണ്ട് സമ്മോഹം എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ. കാരണം ഇതാണ്, തലയിലേക്ക് ബ്ലഡ് ചെല്ലുന്നില്ല, ശരീരത്തിലേക്കാണ് പോകുന്നത്, മസിൽസിലേക്കാണ് പോകുന്നത്. മസിൽസൊക്കെ ശക്തി ആർജിച്ചു, അവനെ ഇട്ടിക്കണമെന്ന് തോന്നി. അങ്ങനെയൊക്കെ വരികയാണ്. കോപം മൂത്ത് അവന് വിറയ്ക്കാൻ തുടങ്ങി. കോപാത് ഭവതി സമ്മോഹ. കോപം കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകുമെന്നാണ്. അത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും. നിങ്ങളുടെ ഓർമ്മശക്തി നഷ്ടപ്പെടും. മാത്രമല്ല, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂടും, ഹൃദയത്തിന് അത് ക്ഷീണം ചെയ്യും. ഇത് തുടർച്ചയായി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളൊരു രോഗിയായി മാറും. അതിന് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും. കാരണം നോക്കിയാൽ കിട്ടില്ല. ഏത് ഡോക്ടർ എത്ര തപ്പി നോക്കിയാലും ഇതിൻ്റെ കാരണം മനസ്സിലാവില്ല. നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു കാരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടി എങ്കിലും നമ്മൾ ക്ഷമിച്ചേ മതിയാകൂ. നമ്മുടെ വെൽബീയിങ് മാത്രമല്ല, ഇതേ ചിന്തകൾ മറ്റേയാൾക്കും ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ ഇതൊക്കെ ആ വ്യക്തിയുടെ ശരീരത്തിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയിലും മാറ്റം ഉണ്ടാവും, നിങ്ങളിലും മാറ്റം ഉണ്ടാകും. നിങ്ങൾ തമ്മിലുള്ള വഴക്ക് രണ്ട് കുടുംബത്തിനും അറിയാമെങ്കിൽ ഈ കുടുംബക്കാർ തമ്മിലും ഇതുപോലെയാകും. നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കുമ്പോൾ, പരസ്പരം ക്ഷമിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത്. നമ്മൾ കണ്ട ഫിസിക്കൽ ചേഞ്ചസ്, ബ്ലഡ് എരച്ച് കയറുന്നതും മസിൽസ് ശക്തി പ്രാപിക്കുന്നതും ഒക്കെ ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഇതുപോലെ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകും. ആ കെമിക്കൽ ചേഞ്ചസും നമ്മളെ രോഗികളാക്കി മാറ്റും. ഇതേക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് കൊണ്ടുപോകാം. ദൈവം നമ്മളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.